ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ, അജു വർഗീസ്, രഞ്ജി പണിക്കർ, ദിവ്യ പിള്ളൈ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് റിലീസ് ചെയ്യാനൊരുങ്ങുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് ധീരം. അതിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ദ്രജിത്ത് ഒരു പോലീസ് വേഷങ്ങളിൽ വരുന്നു എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ദ്രജിത്ത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് എടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. നമുക്ക് ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. രഞ്ജി പണിക്കർ കഴുത്തറുത്ത് കൊന്നതിന് ശേഷവും പിന്നെയും പലവട്ടം നെഞ്ചിൽ കത്തിയുത്തി ഇറക്കിയിട്ടുണ്ട്. മലബാർ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. നാവ് കടിച്ചു മുറിച്ചിട്ടുണ്ട്. But how, when and where? ഇന്നലെ രാത്രി പെട്ടെന്ന് കറണ്ട് പോയി. മലയാളത്തിലെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പേരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മണികണ്ഠൻ, അയ്യപ്പ ഒക്കെ. വേറെ സിനിമയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തേ കേട്ടോ. ആൻഡ് ഇതിൽ ആഷിദ് അങ്ങനെ ആണെന്ന് തോന്നുന്നു. ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഈ സിനിമയിലുണ്ട്. സാഗർ സൂര്യനുണ്ടാകും. ദൈവം കൊടുത്ത ശിക്ഷ. പെട്രോളിംഗ് സ്ട്രോങ് ആക്കണം. ഇയാളോട് കില്ലർക്ക് എന്തോ തീർത്താൽ തീരാത്ത പകയുണ്ട്. Sir, did we miss something? I don't know. This is going to get more complicated. ഏത് ഡയറക്ഷനിലേക്ക് പോയത്? I get the strange feeling. പ്രധാനപ്പെട്ട എന്തോന്നു ട്രെയിലർ കണ്ടിട്ട് കൊള്ളാം. ഇതിന് സാഗർ സൂര്യ എന്നെ ഇല്ലേ, എന്തൊരു പാടാണ്. We'll solve this case. ആരൊക്കെ? ദീപ് നായർ. I feel maybe this could be the end of it. ഈ സിനിമയിൽ ഇൻസ്റ്റഗ്രാം വഴി വന്ന കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എവിടെയോ കണ്ട മുഖപരിചയങ്ങളൊക്കെ ഉള്ള പോലെ. ആൻഡ് ട്രെയിലർ ഇതുവരെ കണ്ടതിൽ പ്രോമിസിങ് ആണ്. ഒരു എന്താ പറയുക, ഒരു ത്രില്ലിങ്ങിലേക്ക് പോകുന്നുണ്ട്. എന്താണ് ഏതാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊരു ട്രെയിലർ കട്ട്സ് ആണ്. എഡിറ്റിംഗ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ദ്രജിത്ത് പോലീസ് വേഷങ്ങളിൽ വരുമ്പോൾ ഒരു നല്ല സിനിമ വരാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇതൊരു ത്രില്ലർ തന്നെയാണ് കണ്ടിട്ട്. കൊലയാളി, സൈക്കോ അങ്ങനത്തെ ടൈപ്പ് ടിപ്പിക്കൽ സാധനമായിരിക്കും. ധീരം ചെയ്ത ഒന്നിനോടും എനിക്ക് കുറ്റം. സുരേഷ്. That's my statement. ട്രെയിലർ നന്നായിട്ടുണ്ട് ഗൈസ്. ട്രെയിലർ പ്രോമിസിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ദ്രജിത്ത് ഒരു പോലീസ് വേഷത്തിൽ വരുമ്പം അത്യാവശ്യം നല്ല സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. ട്രെയിലർ കണ്ടിട്ട് ആ ഒരു ആൻറ്റിസിപ്പേഷൻ നിലനിർത്തുന്നുണ്ട്. എന്താണ് ഏതാണ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ ഒരു ക്ലൂവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു എന്താണ് ഏതാണെന്ന് ഒരു പിടിയും തരാത്ത ഒരു ട്രെയിലറാണ്. പക്ഷെ ട്രെയിലർ കൊള്ളാം. പ്രതീക്ഷിച്ചതിലും നല്ലൊരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. മ്യൂസിക്, മണികണ്ഠൻ ചെയ്ത ആ മ്യൂസിക്കും കൊള്ളാം. ഒരു ടെൻഷൻ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമും അങ്ങനെ യൂട്യൂബ് അതുവഴി കണ്ടന്റൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ 3-4 പേര് ഉണ്ടതായിട്ട് തോന്നുന്നു. അവരെയൊക്കെ എവിടെയോ കണ്ട മുഖപരിചയം പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രെയിലറിൽ അജു വർഗീസ് ഒരു പാവത്താനാണെന്ന് തോന്നുന്നു സിനിമയിൽ കണ്ടിട്ട്. മിക്കവാറും മരിക്കുമോ എന്തോ. ആൻഡ് രഞ്ജി പണിക്കറും ഇന്ദ്രജിത്തും പോലീസ് വേഷങ്ങളിലും കാര്യങ്ങളൊക്കെ വരുന്നത്. രഞ്ജി പണിക്കറിന് പിന്നെ ഈ പോലീസ് അല്ലെങ്കിൽ ഈ മന്ത്രി ഇതൊക്കെ വരുമ്പം രഞ്ജി പണിക്കറിന് പിന്നെ ചുമ്മാ ചെയ്തു വിടും. കാരണം പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വൈസേ അങ്ങനെയാണ്. ആ ഒരു ഗാംഭീര്യത്തിൽ സംസാരിച്ച് എന്താണോ പിന്നെ അങ്ങനെ സംസാരിച്ച് ആ ഡയലോഗ് ഡെലിവറിയൊക്കെ കറക്റ്റായിട്ട് വന്നോളൂ. കാരണം ഡയലോഗൊക്കെ ഒരുപാട് എഴുതുന്ന ആളായതുകൊണ്ട്. ആൻഡ് ട്രെയിലർ നന്നായിട്ടുണ്ട്. ഈ സിനിമ എപ്പോഴാണ് റിലീസെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി കണ്ടറിയാം. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് റിലീസാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വേറെ എടുത്ത് പറയാനുള്ള ജിതിൻ ടി സുരേഷ് സംവിധായകനാണ്. എനിക്ക് തോന്നുന്നൊരു പുതിയ കഥയായിരിക്കാം. പിന്നെ ഇതിലെ കൊലയാളി ആരെന്ന് ഇനി ചിലപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും, ചിലപ്പോൾ അജു വർഗീസ് തന്നെ ആയിരിക്കും. ഇനി അജു വർഗീസാണ് കൊലയാളിയാക്കി ടിസ്റ്റ് അങ്ങനെ. പക്ഷെ കുറച്ച് കണ്ടിട്ട് എല്ലാം ഒരു എന്താ പറയുക, വില്ലന്മാരൊക്കെ വേറെ കുറേ ഉണ്ട്. സാഗറും കാര്യങ്ങളൊക്കെ കുറേ യുവത്വന്മാരായ വില്ലന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവരാണോ ഇനിയും, കാരണം കുറച്ച് അഗ്രസീവായിട്ടുള്ള ക്രൈംസാണ് അവിടെ നടക്കുന്നത്. കുത്തുക മാതിരിയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട്
അജു വർഗീസിനെ കണ്ടിട്ട് ആ ഒരു അഗ്രസീവായിട്ട് തോന്നുന്നില്ല, ചിലപ്പോൾ ക്യാരക്ടർ വൈസ് മാറുമായിരിക്കും. ആൻഡ് മൊത്തത്തിൽ ട്രെയിലർ നന്നായിട്ടുണ്ട്, ആ എഡിറ്റും കട്ടും ഒക്കെ നന്നായിട്ടുണ്ട്, മ്യൂസിക്കും നന്നായിട്ടുണ്ട്, ഇന്ദ്രയത്തും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രയത്ത് കള്ളനെ മിക്കവാറും കണ്ടുപിടിക്കും ഗൈസ്. ധീരമാണ് സിനിമയുടെ പേര്, അപ്പം ധീരനായ പോലീസ് ഓഫീസർ ആയിരിക്കും ഇന്ദ്രയത്ത് സുകുമാരൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഇന്ദ്രയത്തും പൃഥ്വിരാജും തമ്മിൽ പല ട്രോളുകളും സംഭവിച്ചു. അതായത് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഇന്ദ്രയത്തിനെ അഭിനയിക്കാൻ അറിയാം, പൃഥ്വിരാജിനെ അഭിനയിക്കാൻ അറിയില്ല, പൃഥ്വിരാജിന് വായ്ത്താളാണ്, ഇന്ദ്രയത്തിന് വായ്ത്താളല്ല, പൃഥ്വിരാജിന് ഗമയാണ്, ഇന്ദ്രയത്തിന് ഗമയില്ല, പൃഥ്വിരാജിന് വലിയ അഹങ്കാരമാണ്, ഇന്ദ്രയത്തിന് അഹങ്കാരമില്ല. പലർക്കും സത്യം പറഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ആയിട്ട് ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനേക്കാളും ആൾക്കാർ അറിയുന്നത് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഫേമസ് കുറവാണെങ്കിലും പലർക്കും പൃഥ്വിരാജിനേക്കാളും ഇഷ്ടം ഇന്ദ്രയത്തിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ആൾക്കാരുടെ കമൻസുകൾ, അല്ലെ പല ആൾക്കാരുടെ ആ ഒരു ഇൻട്രസ്റ്റുകൾ, അല്ലെ പല ആൾക്കാരുടെ ആ ഒരു താല്പര്യങ്ങൾ കാണുമ്പോൾ പൃഥ്വിരാജിനേക്കാളും ഇന്ദ്രയത്താണ് നല്ല അഭിനേതാവ്, ഇന്ദ്രയത്ത് നല്ല ചൂസി ആയിട്ടുള്ള സിനിമകളെ എടുക്കാറുള്ളൂ, ഇന്ദ്രയത്തിന് അഹങ്കാരമൊന്നുമില്ല, ഇന്ദ്രയത്ത് രായപ്പനെ പോലെയല്ല എന്നുള്ള ട്രോളുകളൊക്കെ ഉണ്ട്. അത് രണ്ടുപേരും രണ്ട് വ്യത്യസ്തരാണ്. ഒരാൾ വേറെ ഒരാളാണ്, ഒരാൾ വേറെ ഒരാൾ. അവർക്ക് അവരുടേതായ മാനറിസം ഉണ്ടാവും, അവരുടേതായ ഒബീഡിയൻ്റ് ഉണ്ടാവും, അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ആയിരിക്കും നടക്കാൻ താല്പര്യം, ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനായിരിക്കും താല്പര്യം, ഇങ്ങനെ ഹൈ ലെവലിൽ എത്താനായിരിക്കും താല്പര്യം, ഒരാൾക്ക് ഇങ്ങനെ ചെയ്തു പോയാൽ മതിയായിരിക്കും. അങ്ങനത്തെ ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അമർ അക്ബർ അന്തോണി ചെയ്തപ്പോഴും പൃഥ്വിരാജും ഇന്ദ്രജിത്ത് സുകുമാരനും രണ്ടുപേരും വന്നപ്പോഴും കൂടുതലും പൃഥ്വിരാജിനേക്കാളും ഇന്ദ്രജിത്തിനാണ് അപ്രൈസിൽ അത് എല്ലാവർക്കും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നത്. ഇന്ദ്രയത്തിൻ്റെ ആ കോമഡി ഉള്ളായിരുന്നു, ഇന്ദ്രയത്തായിരുന്നോ സൂപ്പർ, ഇന്ദ്രയത്തായിരുന്നോ കിട്ടില്ല, നിന്റെ പൊരിശമീ ഞാൻ ഇങ്ങനെ എടുക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ദ്രയത്തിന് പലപ്പോഴും പൃഥ്വിരാജിനേക്കാളും എല്ലാവരും ഇന്ദ്രയത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം. ഇതിൽ ഏറ്റവും ഡിസ്റ്റൻസ് പലപ്പോഴും പലരും തുറന്നു പറയുന്നില്ല. കാരണം പൃഥ്വിരാജ് ഇത്രയും ഫേമസ് ആയിട്ട് വലിയ സിനിമകളൊക്കെ ചെയ്തിരിക്കുകയല്ലേ, അവൻ ഇന്ദ്രയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കൂ എന്ന് പറഞ്ഞ് പലരും അത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മൊത്തത്തിൽ ട്രെയിലർ നന്നായിട്ടുണ്ട്, പ്രോമിസിങ് ട്രെയിലറാണ്, കണ്ടിട്ടൊരു നല്ല പടം വരുമെന്ന് തോന്നുന്നു. ആ ഒരു മിസ്റ്ററി ത്രില്ലറാണ്, ടിപ്പിക്കൽ മൂവി ആയിരിക്കും. ബട്ട് കണ്ടിട്ട് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മ്യൂസിക്കൊക്കെ നന്നായിട്ടുണ്ട്. പടത്തിൽ ഇതുപോലെ മ്യൂസിക് നന്നായിട്ട് പോട്ടെ. ഒരു പടത്തിന് മ്യൂസിക് എത്രയും മുഖ്യമാണെന്ന് സത്യം പറഞ്ഞാൽ തേരെ ഇഷ്ക് മേനെ ഞാൻ ഇപ്പോൾ കണ്ട ലവ് പടമാണ്. ധനുഷും കൃതി സനോനും അഭിനയിച്ച് ആനന്ദൽ റായ് സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം. മ്യൂസിക് ചെയ്തൊരു എ ആർ റഹ്മാനാണ്. മ്യൂസിക് ആകെ എ ആർ റഹ്മാൻ ആ 2-3 സെറ്റിംഗ്, 1-2 പാട്ടും കൂടെ ഇല്ലെങ്കിൽ സിനിമയെ കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത്രയ്ക്കും ബോറ് പടമാണ്. ഒരു എന്താ പറയുക, വാനോളം നമുക്ക് കളിയാക്കാനുള്ളത് സിനിമയിലുണ്ട്. ഒരു ലോജിക്കില്ലാത്ത പ്രണയകഥ, ഒരാവശ്യമില്ല. പക്ഷെ ഹിന്ദി ബോളിവുഡിലൊക്കെ ഭയങ്കര ഹിറ്റാണെന്നാണ് അറിയുന്നത് തേരെ ഇഷ്ക് മേനൊക്കെ. എന്ത് കണ്ടിട്ടാണെന്ന് ഒരു പിടിയുമില്ല. ഇത് കാരണം മലയാളി ഓഡിയൻസ് വലിയ വൻ ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിന് ഒന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മലയാളി ഓഡിയൻസ് എന്തോടാ കാണിക്കുന്നതെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കും ഇഷ്ടപ്പെടണമല്ലോ, നമുക്കും ആ താല്പര്യം വരണമല്ലോ. അപ്പം ഇപ്പം എനിക്ക് തേരെ ഇഷ്ക് മേൻ ഇഷ്ടപ്പെട്ടുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടാതിരിക്കണമെന്നില്ലല്ലോ. അയാൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം, അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടാം, അത് അയാളുടെ ഒപ്പീനിയനാണ്, അയാളുടെ താല്പര്യമാണ്. അതിലെനിക്ക് തടവ് പറയാനോ അല്ലെങ്കിൽ എന്താണ് ചുമ്മാ പറയാനോ ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇത് സൂപ്പർ നല്ലൊരു പടമാണ്. അതായത് അത് തീരെ ഇഷ്ക് മേനല്ല, ധീരം കണ്ടിട്ട് നല്ലൊരു ട്രെയിലറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ സിനിമ വരട്ടെ, പട്ടം വരട്ടെ ഗൈസ്. ബട്ട് ട്രെയിലർ പൊളി.